ഹലോ മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാനൊരു പ്രാക്ടീസ് പ്രോബ്ലം ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം എത്ര എണ്ണമായി തുറന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് 5 എണ്ണമാണ്. 5 എണ്ണമല്ല, 7 എണ്ണത്തോളം 7 പ്രോബ്ലത്തോളം ഞാൻ അതിനകത്ത് വിട്ടു പോയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാൻ ഇന്ന് ഇതിനകത്ത് ഏകദേശം ഒരു 4 എണ്ണോ 3 എണ്ണോ ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങളൊന്ന് ശരിക്കും പഠിക്കുക. എന്നിട്ട് ബാക്കി അടുത്ത ഒരു ക്ലാസ് ആയിട്ട് തരാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ ആ ചോദ്യം എന്നുള്ളത് നോക്കാം. ആ ചോദ്യത്തിനകത്ത് പറയുന്ന കാര്യം ഇതാണ്: റൈറ്റ് എത്ര ടേംസ് അറിയോ? റൈറ്റ് 3 arithmetic sequences with 30 as the sum of the first tens. Write 3 arithmetic sequences with 30 as the sum of the first 5 tens. ഇതാണ് ചോദ്യം. കണ്ടല്ലോ ചോദ്യം, കണ്ടല്ലോ. എന്താണ്? റൈറ്റ് 3 arithmetic sequences with 30 as the sum of first എത്ര ടെൻസ് ആണ്? 5 tens. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയാകണം? 30 ആണ്. അങ്ങനെ ഒരു സീക്വൻസ് എഴുതിയാൽ പോരാ. അങ്ങനെ നിങ്ങൾ എത്ര എണ്ണം എഴുതണം? 3 എണ്ണം. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ആ ചോദ്യം നമുക്ക് ആ ചോദ്യം ചെയ്യാം. നിങ്ങൾ നോക്കുക. ഓക്കെ, എത്ര ടേം ഉള്ളത്? 5 ടേംസ്. ഇതിനകത്ത് ഒരു ട്രിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. 5 ടേംസ്, 3 ടേംസ്, അതുപോലെ തന്നെ 7 ടേംസ്, ഇങ്ങനെയുള്ള ടേംസ് ആണ് വരുന്നത് എങ്കിൽ അതിന്റെ മിഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം ഇത്രയോ മാത്രമേ ഉള്ളൂ. ആ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് അതിന് ഡിവൈഡ് ചെയ്താൽ മതി. സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മിഡ് ടേം കിട്ടും. സമ്മിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് ടേംസ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ക് ഞാൻ ആ രൂപത്തിൽ ചെയ്യാം. എങ്ങനെ? എത്ര ടേം ആവുള്ളത്? 5 ടേംസ്. ഈ 5 ടേംസിന്റെ സം എത്രയാവണം? 30 ആണ്. ഓക്കെ, 5 ടേംസിന്റെ സം 30 ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്ന കാര്യം 5 ടേംസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 5 ടേമുകൾ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സൂക്ഷം നടുക്ക് ഒരു ടേം ഉണ്ടായിരിക്കും. ഇപ്പുറത്ത് 2 ടേം, ഇപ്പുറത്തും 2 ടേം. അതായത് നടുക്കുള്ള ടേമിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 ടേം, റൈറ്റ് സൈഡിൽ 2 ടേം. ടോട്ടൽ എത്ര ടേമായി? 5 ടേമായി. അപ്പൊ നടുക്കുള്ള ടേം, ദാറ്റ് മീൻസ് മിഡ് ടേം. മിഡ് ടേം കൺസിഡർ ആസ് എക്സ്. മിഡ് ടേം എന്നുള്ളതിൽ ഞാൻ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. നിങ്ങൾ നോക്കാം, മിഡ് ടേം എത്രയായിട്ട് എഴുതി? എക്സ് ആയിട്ട്. ഇതിന്റെ വലതു ഭാഗത്തോട്ട് 2 ടേം ഉണ്ട്, ഇടതു ഭാഗത്തും എത്ര ടേം ഉണ്ട്? 2 ടേം. ഇതാണ്. അപ്പൊ മിഡ് ടേം എക്സ് ആണെങ്കിൽ ഇനി നമ്മൾ എടുക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എക്സ് എന്ന് എടുക്കുന്നു, കോമൺ ഡിഫറൻസ് ഡി എന്ന് എടുക്കുന്നു. ഫസ്റ്റ് ടേം എഫ് എന്ന് കൊടുക്കുന്നു, കോമൺ ഡിഫറൻസ് എന്ന് എടുക്കുന്നു, ഡി എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ കോമൺ ഡിഫറൻസ് ഡി ആയിട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം, ഇത് മിഡ് ടേം ആണ്. ഇങ്ങോട്ടേക്ക് കൂടി പോകും, ഇങ്ങോട്ടേക്ക് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകും, ഇങ്ങോട്ട് കോമൺ ഡിഫറൻസ് ചെയ്ത് പോകും, കുറഞ്ഞു പോകും. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത ടേം എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം, തൊട്ടടുത്ത ടേം എക്സ് പ്ലസ് ഡി ആണ്. അടുത്ത ടേം എത്രയാണ്? ഇത് എക്സ് പ്ലസ് ഡി ആണെങ്കിൽ തൊട്ടടുത്ത ടേം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ആ ഒരു ഡിയുടെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂടെ കൂടും. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ടേം എക്സ് പ്ലസ് എത്രയാണ്? എക്സ് പ്ലസ് 2d ആണ്. ഇനി ഇങ്ങോട്ടേക്ക് എന്താണ്? ഇത് എക്സ് ആണെങ്കിൽ അതിനകത്ത് ഒരു കോമൺ ഡിഫറൻസ് കുറയും. അതായത് ഇവിടെ എത്രയായിരിക്കും? എക്സ് മൈനസ് ഡി ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? എക്സ് മൈനസ് എന്തായിരിക്കും? 2d. അപ്പൊ ടേംസ് ഇതൊക്കെയാണ്: എക്സ് മൈനസ് 2d, എക്സ് മൈനസ് ഡി, എക്സ്, എക്സ് പ്ലസ് ഡി, പിന്നെ എന്താണ്? എക്സ് പ്ലസ് 2d. ഇതാണ് ആ അരിത്തമെറ്റിക് സീക്വൻസ്. 5 ടേം ഉണ്ട്. അപ്പോൾ ഈ 5 ടേം നിങ്ങൾ നോക്കിയാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. നമ്മുടെ ഫസ്റ്റ് ടേം എക്സ് ആണ്. ഫസ്റ്റ് ടേം എക്സ് മൈനസ് 2d ആണ്. എക്സ് മൈനസ് 2d കൂടെ ഒരു ഡിയുടെ കൂടുമ്പോൾ എക്സ് മൈനസ് ഡി ആകും. നോക്കുക, അതിന്റെ കൂടെ ഒരു ഡിയുടെ കൂടുമ്പോൾ എക്സ് ആകും. അതിന്റെ കൂടെ ഒരു ഡി വീണ്ടും കൂടുമ്പോൾ എക്സ് പ്ലസ് ഡി ആകും. വീണ്ടും ഒരു ഡിയുടെ കൂടുമ്പോൾ എത്രയാണ്? എക്സ് പ്ലസ് 2d ആകും. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാനൊരു മിഡ് ടേം എഴുതുക. 5 ടേമുള്ളതിന്റെ ഒരു മിഡ് ടേം ഞാൻ ഇവിടെ എഴുതുകയാണ്. മിഡ് ടേം 6 ആണ്. മിഡ് ടേം 6 ആണെങ്കിൽ ഞാൻ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുകയാണ്. വലത്തോട്ട് 2 വീതം കൂടി പോകുന്നു. 6 പ്ലസ് 2 8 ആയി. അടുത്തത് 8 പ്ലസ് 2 ആണ് വരുന്നത്. 8 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 10 ആണ് വരിക. ഈ 8 പ്ലസ് 2 10 കിട്ടുന്നത് എങ്ങനെയാണ്? ഈ മിഡ് ടേമിന്റെ കൂടെ ആദ്യം ഇവിടെ മിഡ് ടേമിന്റെ കൂടെ എത്ര കൂടി? 2 കൂടി. 6 പ്ലസ് 2 8. അടുത്തത് വരുമ്പോൾ 6 പ്ലസ് 2 ഇൻറ്റു 2 ആ വരുന്നത്. 2 ഇൻറ്റു 2 അതായത് 4 ആണ് വരുന്നത്. 2d ആണ്. ഇത് മറ്റു രൂപത്തിൽ പറയുകയാണെങ്കിൽ എ പ്ലസ് എൻ മൈനസ് 1 എന്ന് പറയും. ഇങ്ങോട്ടേക്ക് പോകുന്നതോറും എന്ത് കുറഞ്ഞു വരും? കോമൺ ഡിഫറൻസ് കുറയും. അതായത് 6 ഒരു 2 കുറയും. ഇവിടെ എത്രയാകും? 4 ആകും. വീണ്ടും ഒരു 2 കുറയും. അപ്പൊ എത്രയായിട്ട് മാറും? 2 ആയിട്ട് മാറണം. അപ്പോൾ എങ്ങനെയാണ് കുറയുന്നത് ചോദിച്ചാൽ ഇവിടെ നമ്മൾ എഴുതുന്നത് 6 മൈനസ് 2 എന്നാണ് എഴുതുന്നത്. ഇവിടെ നമ്മൾ എഴുതുന്നത് 6 മൈനസ് 2 ഇൻറ്റു 2 എന്നാണ്. ഹിയർ 2 ഇസ് ദ
കോമൺ ഡിഫറൻസ്. അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. മിഡ് ടേം എക്സ് ആണ്, തൊട്ടടുത്ത ടേം എക്സ് പ്ലസ് ഡി ആണ്, അടുത്ത ടേം എക്സ് പ്ലസ് 2d ആണ്. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് ഡി, എക്സ് മൈനസ് 2d ഇങ്ങനെ പോകും. ഇതിന്റെ സമ്മ്, ഈ സമാന്തര ഈ സീക്വൻസിന്റെ സം അവർ പറയുന്നു 30 ആണെന്ന് പറയുന്നു. ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഈസ് എത്രയാണ്? 30 ആണ്. അത് 30 ആണെന്ന് പറയാണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 30 കിട്ടണം. അപ്പോൾ എക്സ് മൈനസ് 2d, എക്സ് മൈനസ് ഡി, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d. ഇതാണ് 5 ടേം. ഈ 5 ടേമിനെ ഞാൻ ബ്രാക്കറ്റ് കൊണ്ട് വേർതിരിക്കുകയാണ്. ഇത് എക്സ് പ്ലസ് 2d, ഇത് എക്സ് പ്ലസ് ഡി, ഇത് എക്സ്, ഇത് എക്സ് മൈനസ് ഡി, ഇത് എക്സ് മൈനസ് 2. ഈ 5 ടേം കൂടെ ആഡ് ചെയ്യുമ്പോൾ the sum of the first 5 terms is 30 ആണ്. ഇത് 5 ടേം കൂടെ ആഡ് ചെയ്യുമ്പോൾ 30 കിട്ടും. നമുക്ക് നോക്കാം ഇത് 5 ടേം കൂടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക നോക്കുക. എക്സ് മൈനസ് 2d പ്ലസ് സെക്കൻഡ് ടേം എക്സ് മൈനസ് ഡി പ്ലസ് തേർഡ് ടേം ഓർ മിഡ് ടേം എക്സ് പ്ലസ് ഫോർത്ത് ടേം എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് 30 കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സമ്മ എത്രയാണ്? 30. നിങ്ങൾ നോക്കാം മൈനസ് 2d ഉണ്ട്. ഹിയർ ഓൾസോ മൈനസ് 2d. ദാറ്റ് മൈനസ് 2d will be cancelled. Then here minus d and this plus d will be cancelled. Therefore the remaining terms are, പിന്നെ അവശേഷിക്കുന്ന ടേമുകൾ ഏതൊക്കെയാണ്? x plus x plus x plus x plus x. That means 5x. 5 പ്രാവശ്യം x ഉള്ളത് x അധികം x അധികം x അധികം x അധികം x. That means 5x. 5x is equal to 5x is equal to 30. Therefore x is equal to, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ട്രാൻസ്പോസ് this 5 to the right side, 30 divided by 5. That is equal to 6. So we get x is equal to 6. അങ്ങനെയാണെങ്കിൽ എനിക്ക് മിഡ് ടേം എത്രയാണ്? 6 ആണ്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് ഇത് ചെയ്തത്, പക്ഷേ ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഓഡ് നമ്പർ ഓഫ് ടേംസ് വരികയാണെങ്കിൽ അതിന്റെ മിഡ് ടേം നിങ്ങൾ കണ്ടുപിടിക്കാൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ, കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ, തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ, ഇപ്പൊ 3 ടേംസിന്റെ സമ്മ് എത്ര എന്ന് പറഞ്ഞിരിക്കുന്നാൽ മിഡ് ടേം കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതേ ഉള്ളൂ. സം ഡിവൈഡ് ബൈ 3. എത്രയാണ്? സം ഡിവൈഡ് ബൈ 5 ടേംസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സം ഡിവൈഡ് ബൈ 5. യു വിൽ ഗെറ്റ് ദ മിഡ് ടേം. നിങ്ങൾക്ക് മിഡ് ടേം. 7 ടേംസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സം ഡിവൈഡഡ് ബൈ 7. സമ്മിനെ എതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 ടേംസ് ആണെങ്കിൽ സം ഡിവൈഡഡ് ബൈ എത്ര വേണം? 9 വേണം. ഓഡ് നമ്പേഴ്സിന് മാത്രമേ ഇത് പറ്റത്തുള്ളൂ, ഈവൻ നമ്പേഴ്സിന് ഇത് പറ്റത്തില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുതി തന്നത്. അപ്പൊ ഇനി ഒരു കണക്കോ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഒരു കണക്കോ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വലിച്ചു വരി എഴുതേണ്ട കാര്യമൊന്നുമില്ല. മിഡ് ടേം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. മിഡ് ടേം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺസിക്യൂട്ടീവ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? മിഡ് ടേം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ടേം എല്ലാം എഴുതാം. എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എഴുതാം. ഏതൊരു ടേം ഈക്വൽ ആയിരിക്കും നോക്കാം. അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്ര അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് 3 സീക്വൻസാ പറഞ്ഞ 3 സീക്വൻസ് എഴുതുന്നത്. ഈ 3 സീക്വൻസ് എഴുതിയാലും മിഡ് ടേം 5 ആയിട്ട് തന്നെ, മിഡ് ടേം എത്രയാണ്? 6 ആയിട്ട് തന്നെ കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. When d is equal to 1, that means common difference is 1. Common difference 1 ആണ്. എങ്ങനെയായിരിക്കും നോക്കാം. When d is equal to, അല്ലെങ്കിൽ if d is equal to, അതായത് common difference is equal to 1. common difference 1 ആണ്. നമുക്കറിയാം മിഡ് ടേം എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1. If d is equal to 1, സീക്വൻസ് d 1 ആണെങ്കിൽ സീക്വൻസ് എങ്ങനെയാകും? If d is equal to 1, സീക്വൻസ് d is equal to 1, മിഡ് ടേം 6. 1 അപ്പം ഒന്നുവിധം കൂടിയല്ലേ പോകുന്നത്. 6നോട് 1 കൂടിയ എത്രയായി? 7 ആയി. 7നോട് 1 കൂടിയ എത്രയായി? 8 ആയി. ഇങ്ങോട്ട് കുറഞ്ഞു പോരുക. 6ൽ നിന്നൊന്ന് പറഞ്ഞാൽ എത്രയായി? 5 ആയി. 5ൽ നിന്നൂടെ ഒന്ന് പറഞ്ഞാൽ എത്രയായി? 4 ആയി. അപ്പൊ എത്ര ടേമായി? 5 ടേമായി. നിങ്ങൾ സമ്മടുത്ത് നോക്ക്, ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ സമ്മടുത്ത് നോക്ക്. എത്രയാകും? 6 4 10, 10 5 15, 15 30. 30 ആയില്ലേ? ഇനി വീണ്ടും ഞാൻ അടുത്ത് എഴുതുന്നു. If d is equal to 3 സീക്വൻസ് ആയിരുന്നുണ്ടെങ്കിൽ if d is equal to 2, d 2 ആയിട്ട് എഴുതുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. എത്ര സീക്വൻസ് വേണമെങ്കിലും ഇങ്ങനെ എഴുതാം. d is equal to 2. Therefore sequence is equal to, സീക്വൻസ് എങ്ങനെ വരും? മിഡ് ടേം 6 ആണ്. ഓക്കെ, 2 കൂടി വലത്തോട്ട് പോകും, കുറഞ്ഞ് ഇടത്തോട്ട് പോരും. അപ്പൊ 6ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ അടുത്ത എത്രയായിട്ട് മാറി? 8 ആയിട്ട് മാറി. 8ന്റെ കൂടെ 2 കൂടുമ്പോൾ, കാരണം കോമൺ ഡിഫറൻസ് 2 ആണ്, 2 കൂടുമ്പോൾ എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറി. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 2 വീതം സബ്ട്രാക്ട് ചെയ്ത് പോകണം. 6 - 2 എത്രയായി? 4 ആയി.
again 4 minus 2 എത്രയായി 2 ആയി. മക്കളെ ആഡ് ചെയ്ത് നോക്കുക എത്ര കിട്ടും 2 പ്ലസ് ഇത് 10 അല്ലേ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൂട്ടാം, ഇത് 2 കൂട്ടും 10, ഇത് 2 കൂട്ടും 10, 10 plus 10 20, 20 plus 10 30 ആയല്ലോ. വീണ്ടും if d is equal to എത്രയാണ് 3 ആണ്. d 3 ആകുമ്പോൾ സീക്വൻസ് എന്താകും, മിഡ് എഴുതുക, മിഡ് നമുക്ക് കിട്ടി 6 ആണ്, 6 എഴുതി 3 വീതം ആഡ് ചെയ്ത് പോകുന്നു, 6 plus 3 so we get 9, 9 plus 3 we get 12. ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. 6ൽ നിന്ന് 3 പോയെന്നാൽ എത്ര വരും 3 വരും, 3ൽ നിന്നും 3 പോയെന്നാൽ എത്ര വരും 0 വരും. നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ 0 3 6 9 നോക്കിയേ, ഇത് രണ്ടും കൂട്ടി ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും 6 plus 3 9, 9 plus 9 18, 18 plus 12 30, 30 ആയില്ലേ. ഇതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പൊ ആ ചോദ്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതേണ്ട ഒരു ആവശ്യമില്ല. ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ് തന്നിരിക്കുന്നത്, അതിന്റെ മിഡ് ടേം കണ്ടുപിടിക്കാൻ ആ നമ്പർ കൊണ്ട് സമ്മിനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് മിഡ് ടേം കിട്ടും. മിഡ് ടേം കിട്ടി കഴിഞ്ഞാൽ ഡി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. കാരണം അവർക്കൊന്നും പറഞ്ഞിട്ടില്ല, ഇന്നത്തെ തുടങ്ങണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. വളരെ ഈസി ആയില്ലേ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ഫസ്റ്റ് ടേം ഓഫ് an arithmetic sequence is 1 and the sum of the first 4 terms is 100. Find the first 4 terms. അപ്പൊ ഇത് ഫസ്റ്റ് ടേം ഓഫ് arithmetic sequence is 1 and the sum of the first 4 terms is 100. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്, ഫൈൻഡ് ദ ഫസ്റ്റ് 4 terms. അങ്ങനെയാണെങ്കിൽ ആ 4 ടേം നമ്മൾ കണ്ടുപിടിക്കണം. അവർ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, the first term of an arithmetic sequence is 1 and the sum of the first 4 term is 100. First term എത്രയാണ്, the first term of an arithmetic sequence is 1 and the sum of the first 4 terms is 100. Then find the sequence count. First term ഒരു തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം എത്രയാണ് 1 ആണ്. അപ്പൊ നമ്മൾ അത് എഴുതുന്നതാണ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഞാൻ എഴുതുന്നു f is equal to 1. ഫസ്റ്റ് ടേം 1 ആണ്. എത്ര ടേമാണുള്ളത്, 4 ടേമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യം ഇതാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്കറിയാം ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് 4 ടേമിന്റെ സമ്മ് 100 ആണ്. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ഈസ് ഈക്വൽ ടു എത്രയാണ് 100 ആണ്. ഒരുപാട് തെറ്റി ചെയ്യും കണക്ക് കേട്ടോ. അപ്പൊ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ഈസ് ഈക്വൽ ടു എത്രയാണ് 100 ആണ്. ഇനി x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം നോക്കുക, ആദ്യ ടേം x1 കണ്ടുപിടിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ ആ 4 ടേമിന്റെ സം എത്രയാണ് 100 ആണ്. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനത്തെ കണക്കുകൾ ചെയ്യാനായിട്ട് CBSEയുടെ nth ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് എളുപ്പം. കാരണം അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് an is equal to a plus n minus 1 into d ആണ്. an is equal to ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, nth ടേം കണ്ടുപിടിക്കുന്നതിന് CBSEക്ക് പഠിക്കുന്ന ടേം an, അതായത് നമ്മുടെ xn എന്ന് പറയുന്നത് തന്നെ an is equal to a plus എങ്ങനെയാണ് n minus 1 into ഏതാണ് dn ആണ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നത്, നമ്മളവിടെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടൈം പ്ലസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതണം. അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം ഈ മെത്തേഡാണ്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ 2 മെത്തേഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇവിടെ എടുക്കുന്നത് ഈ രൂപത്തിലാണ്. അപ്പൊ 4 ടേമുകൾ കൂട്ടുന്നു. ഫസ്റ്റ് ടേം ഏതാണ്, ഒന്നാമത്തെ ടേം എഫ്. അപ്പം ആദ്യത്തെ ഞാൻ എഴുതുന്നത് ഇതാണ് എഫ്, ഫസ്റ്റ് ടേം. എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. എഫ് പ്ലസ് രണ്ടാമത്തെ ടേം എങ്ങനെയാണ് കിട്ടുന്നത്, എഫിന്റെ കൂടെ എന്ത് കൂട്ടും, ഡി കൂട്ടും, എഫ് പ്ലസ് ഡി. മൂന്നാമത്തെ ടേം എങ്ങനെയാണ്, എഫിന്റെ കൂടെ എത്ര ഡി കൂട്ടണം, പ്ലസ് 2d കൂട്ടണം. എഫ് പ്ലസ് എത്ര ഡി ആണ്, 2d ആണ്. ഇനി നാലാമത്തെ ടേം കാണുന്നത് എങ്ങനെയാണ്, എഫിന്റെ കൂടെ ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര ഡി കൂട്ടണം, 3d കൂട്ടണം. അതായത് ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നതാണ് an അഥവാ xn. എന്ത് ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഉദാഹരണം ഞാൻ പറയാം. എന്ത് ടേം എന്ന് പറഞ്ഞാൽ അതാണ് ഈസി ആയിട്ടുള്ളത്. A7 എത്രയാണ്, 7th ടേം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ a പ്ലസ് 6d ആണ്. എയിൽ നിന്ന് 1 കുറച്ചിട്ട് d കൊണ്ട് ഗുണിക്കുക. അതുപോലെ തന്നെ x20 എന്ന് പറഞ്ഞാൽ A20 തന്നെ മീനിങ് 20ാമത്തെ ടേം എത്രയാണ്, 20th ടേം a പ്ലസ് അഥവാ ഫസ്റ്റ് ടേം പ്ലസ് എത്രയാണ് 19d ആണ്. ഫസ്റ്റ് ടേമിന്റെ കൂടെ 20 കുറച്ച് കൂടും. അതുപോലെ തന്നെ x
എത്രയാണ് x8 എത്രയാണ്? x8 എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്നത് ഇങ്ങനെയാണ്, എഫ് പ്ലസ് 18 ഒന്ന് കുറയ്ക്കാം 7, എഫ് പ്ലസ് 17. ഇതെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ഈ എ എന്ന് പറയുന്നത് CBSE സിലബസിനകത്ത് എഫ് ആയിട്ട് തന്നെ എടുക്കുന്നത്. നിങ്ങൾ 10th ഞാൻ പറയുന്നുണ്ട്, പല പ്രാവശ്യം പറയുന്നുണ്ട്, 10th കേരളയ്ക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ എഫ് ഇതൊക്കെ പറയുന്നുള്ളൂ. നിങ്ങൾ അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് +1 കയറുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ പുസ്തകവും അതുപോലെ തന്നെ +1 പുസ്തകവും CBSE പുസ്തകവും കേരള സിലബസിന്റെ പുസ്തകവും ഒരേ പുസ്തകമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ പഠിക്കുന്നത് CBSE പഠിക്കുന്ന അതേ മെത്തേഡിലാണ് പഠിക്കുന്നത്. അന്നേരം കുട്ടികൾക്ക് പലർക്കും കേരള സിലബസിൽ നിന്ന് പഠിച്ചിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഉപയോഗിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന്. A + n - 1 × d ഒന്ന് കുറച്ച് എഴുതിയാൽ മതി. അപ്പൊ അതായി എഴുതിയിരിക്കുന്നത് എ എന്ന് പറയുന്നതിന് ഞാനിവിടെ ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേമിന്റെ കൂടെ 1 പ്രാവശ്യം ഡി കൂട്ടുമ്പോൾ സെക്കൻഡ് ടൈം കിട്ടും, ഫസ്റ്റ് ടൈമിന്റെ കൂടെ 2 പ്രാവശ്യം ഡി കൂട്ടുമ്പോൾ തേർഡ് ടൈം കിട്ടും, ഫസ്റ്റ് ടൈമിന്റെ കൂടെ 3 പ്രാവശ്യം ഡി കൂട്ടുമ്പോൾ ഫോർത്ത് ടൈം കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര വരും? 100 വരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇതിന്റെ കൂടെ സം എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. ഇനി നമുക്ക് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ഇത് വരുന്നത്. എത്ര എഫ് ഉണ്ട്? എഫ് 4 എഫ് പ്ലസ് എഫ് പ്ലസ് എഫ് പ്ലസ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4f. 4f പ്ലസ് എത്ര ഡി ഉണ്ട്? d പ്ലസ് 2d 3d 3d പ്ലസ് 3d 6d. 4f പ്ലസ് 6d ഈസ് ഈക്വൽ ടു എത്രയാണ്? 100 ആണ്. ഇനി എഫ് എത്രയാണെന്ന് അവർ പറയുന്നുണ്ട്? 1 എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് എഫ് ഇൻ 4 × 1 പ്ലസ് 6d ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 100 കിട്ടി. അങ്ങനെയാണെങ്കിൽ 4 × 1 എന്ന് വെച്ചാൽ 4 തന്നെയല്ലേ? 4 + 6d ഈസ് ഈക്വൽ ടു 100. 6d ഇവിടെ നിർത്തുന്നു, 4 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. 4 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ആഡ് ചെയ്യാണ്, അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. 100 - 4 that is 6d is equal to 96 എന്ന് കിട്ടി. 6d equal to 96. Therefore d is equal to ഈ 6 അപ്പുറം കൊണ്ടുപോയി നമ്മൾ ഡിവൈഡ് ചെയ്യണം. 96 ഡിവൈഡഡ് ബൈ എത്രയാണ്? 6. ഇത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം, ഇത് നേരിട്ട് 9 കൊണ്ട് തന്നെ 6 കൊണ്ട് തന്നെ കട്ട് ചെയ്യാണ്. 9 6 ഒരു പ്രാവശ്യം അടങ്ങും. അടങ്ങുമല്ലോ. റിമൈൻഡർ എത്ര വരും? പോയിട്ട് 3 വരും. 36 അല്ലെ? അപ്പൊ 36നകത്ത് 6 എത്ര പ്രാവശ്യമുണ്ട്? 6 times. Therefore d is equal to എത്രയാണ്? d is equal to 16 എന്ന് നോക്കും. d എത്രയാണ്? 16 ആണ്. d 16 ആണെങ്കിൽ A1 ആണെങ്കിൽ നമുക്ക് 4 ടേം എഴുതാം. അതല്ലേ അവർ ചോദിച്ചിട്ടുള്ളൂ. ഈ 4 ടേം എഴുതുന്നത് സീക്വൻസ്. സീക്വൻസ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കാം മക്കളെ, ഏതാണ് സീക്വൻസ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് സീക്വൻസ് എഴുതാമല്ലോ. സീക്വൻസ് ഈസ് ഈക്വൽ ടു, സീക്വൻസ് എങ്ങനെയാ വരിക? ഫസ്റ്റ് ടേം എത്രയാണ്? 1. ഫസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടൈമിന്റെ കൂടെ ഡി ഒരു പ്രാവശ്യം കൂട്ടണം. 1ന്റെ കൂടെ 16 കൂട്ടുമ്പോൾ ഡി നോ 17. അപ്പോൾ എത്ര കിട്ടി? 1 17. വീണ്ടും 17ന്റെ കൂടെ 16 കൂടെ കൂട്ടുക. അപ്പൊ നമുക്ക് കിട്ടും 33. 33യുടെ കൂടെ വീണ്ടും നമ്മൾ എത്ര കൂട്ടുന്നു? 16 കൂട്ടുന്നു. 16 കൂട്ടുമ്പോൾ 49. നമുക്ക് കിട്ടുന്ന എത്ര കിട്ടും? 49 കിട്ടും. ഇതാണ് നമ്മുടെ സീക്വൻസ്. നിങ്ങൾ കൂട്ടി നോക്കിക്കുക. എല്ലാം കൂടെ നമ്മൾ കൂട്ടുന്നത് എങ്ങനെയാണ്? 4 അതല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് നിങ്ങൾക്ക് കൂട്ടാം. ഇത് രണ്ടുകൂടെ കൂട്ടുക. 49 + 1 50. അവിടെ മാറ്റിയിട്ടേക്ക് ഇത് രണ്ടുകൂടെ കൂട്ടുക. 33യുടെ കൂടെ 7 കൂട്ടുമ്പോൾ 40 ആവും. 40 + 10 50. അപ്പൊ 50 + 50 100. അപ്പൊ സമത്രയായി 100 ആയി. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ റിവൈൻഡ് ചെയ്തു കാണുക. എന്നിട്ട് മനസ്സിലാകുന്നെങ്കിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. Prove that for any 4 consecutive terms of an arithmetic sequence, the sum of the 2 terms on the 2 ends and the sum of the 2 terms in the middle are same. അപ്പൊ നമ്മൾ പറയും പ്രൂവ് ചെയ്യേണ്ടതാണ്. പ്രൂവ് ദാറ്റ് any 4 terms in an arithmetic sequence. ഒരു arithmetic sequenceനകത്ത് 4 ടേം ഉണ്ട്. 4 terms are consecutive terms. The sum of the n terms, അതായത് രണ്ടറ്റത്തും കിടക്കുന്ന ടേമിന്റെ സമ്മ്, ദാറ്റ് മീൻസ് 4 ടേംസ് ആണെങ്കിൽ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും, ദ സം ഓഫ് ദ എൻഡ് ടേംസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ മിഡിൽ ടേംസ്. നടുക്കുള്ള ടേമിന്റെ സമ്മിന് തുല്യമായിരിക്കും. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദ മിഡ് ടേം ഈസ് ഈക്വൽ ടു സം ഓഫ് ദ എൻഡ് ടേം ഓഫ് എന്തിന്റെയാണ്? 4 ടേം അരിത്തമെറ്റിക് സീക്വൻസ്.
that terms are constant. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ് ലെറ്റ് x1, x2, x3 and x4 are the ഏതാണ് കോൺസിക്യൂട്ടീവ് ടേംസ്. നോക്കുക, ലെറ്റ് x1, x2, x3, x4 are the four consecutive terms of an arithmetic sequence. നീട്ടിപ്പിടിച്ച് എഴുതിക്കോണം. എന്താ എഴുതുന്നത്? ലെറ്റ് ഏതൊക്കെയാണ്? x1, x2, x3, x4 are three consecutive terms of an arithmetic sequence. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? Therefore നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് we want to prove that നമ്മൾ തെളിയിക്കേണ്ട ഇതാണ് we want to prove that we want to prove that or we want to show that sum of the n terms, that means x1 plus n term ഏതൊക്കെയാ? ഇതാണ് ആദ്യത്തെ ടേം, ഇതാണ് അവസാനത്തെ ടേം. ഈ രണ്ട് ടേമിന്റെ സമ്മ് x1 plus x4 is equal to sum of the middle terms. ഇത് രണ്ടുകൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. മിഡിൽ ടേംസ് ഏതൊക്കെയാണ്? x2 plus എത്രയാണ്? x3. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കവിടെ അറിയാവുന്ന കാര്യം ഇതാണ്, a is equal to a plus n minus 1 into d. അപ്പൊ x1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f plus x1 എന്ന് പറഞ്ഞാൽ ഏതാണ്? f ആണ്. അപ്പൊ ഫസ്റ്റ് ടേം f ആണ്. f plus x4 എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പൊ x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യം ഇതാണ്, x4 is equal to അഥവാ a4 is equal to നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ടേം പ്ലസ് f plus n minus 1 into d, that is equal to 4 minus 1 into d, that is equal to f plus എത്ര d ആണ്? 3d ആണ്. ഏത് ടേമും അങ്ങനെ നമ്മൾ എഴുതി നേരത്തെ എഴുതി കാണിച്ചാൽ x20 എത്രയാണ്? x20 എത്രയാണെന്ന് വെച്ചാൽ f plus 19d ആണ്. x8 എത്രയാണ്? എട്ടാമത്തെ ടേം എത്രയാണ്? f plus ഫസ്റ്റ് ടേമിന്റെ കൂടെ എട്ടാമത്തെ ടേം ആണെങ്കിൽ 7d യുടെ കൂട്ടുക f plus 7d ആണ്. അങ്ങനെയാണ് ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ടേമിന്റെ കൂടെ എഫിന്റെ കൂടെ എത്ര ഡി കൂട്ടണം? ഇതിന് ഒന്ന് കുറഞ്ഞ ഡി കൂട്ടണം. എത്ര ഡി ആണ്? 3d ആണ്. അപ്പോൾ ഇതാണ് ഏത് ഫോർത്ത് ടേം. അപ്പൊ ഫോർത്ത് ടേം കിട്ടി. ഈസ് ഈക്വൽ ടു x plus x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ ഫസ്റ്റ് ടേമിന്റെ കൂടെ ഒരു പ്രാവശ്യം ഡി കൂട്ടുമ്പോൾ നമുക്ക് ഏത് കിട്ടി? സെക്കൻഡ് ടേം കിട്ടി, f plus d പ്ലസ് x3 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര പ്രാവശ്യം ഡി കൂട്ടണം? 2 പ്രാവശ്യം ഡി കൂട്ടണം, 2d. ഇതാണ് നമുക്ക് തരുന്ന കാര്യങ്ങൾ. പിടികിട്ടിയത് ഞാൻ പറഞ്ഞത് ഇക്വേഷൻ ഇവിടെ നിന്നാണ് വരുന്നത്. എന്താണ് ഇക്വേഷൻ? xn is equal to f plus n minus 1 into d അഥവാ a is equal to a plus n minus 1 into d. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, f plus x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമേ അധികം 3d, x2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമേ അധികം 1d, x3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് എത്ര d. ഇനി നമുക്ക് കൂട്ടാം f plus f ഇവിടെ കൂട്ടുമ്പോൾ എത്രയാവും? 2f plus ഇവിടെ എത്രയായിരിക്കും? 3d. 2f plus 3d is equal to ഇവിടെ നോക്കുക f ഇവിടെ കൂട്ടുമ്പോൾ എത്ര വരും? 2f പ്ലസ് ഈ ഡിയും ഈ 2d കൂട്ടുമ്പോൾ എത്രയാവും? നോക്കുക, നമ്മൾ എടുത്ത ഏതൊക്കെയാണ്? x1 ഉം x4 കൂടെ കൂട്ടി നമുക്ക് എത്ര തന്നെ കിട്ടി? x2 plus x3 എന്ന് കിട്ടി. ഹെൻസ് പ്രൂവ്ഡ്. നമ്മൾ ഇത് എന്ത് ചെയ്തിരിക്കുന്നു? തെളിയിച്ചിരിക്കുന്നു. ഹെൻസ് പ്രൂവ്ഡ്. ഇത് വേണ്ട സ്റ്റെപ്പ് എഴുതുന്നത് വേറെ രീതിയിലേക്ക് മാറ്റാം. ആദ്യം x1 ഉം x4 കൂടെ കണ്ടുപിടിച്ച് വെക്കുക, അതിനുശേഷം x2 x3 യുടെ കണ്ടുപിടിച്ച് വെക്കുക, എന്നിട്ട് അതിന്റെ ഒരു ഇക്വേഷൻ കൊടുക്കുക. അങ്ങനെ വേണേ അങ്ങനെ നമുക്ക് ആധികാരികമായിട്ട് അങ്ങനെ നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഇനി നേരെ നമുക്ക് കണ്ടിന്യൂസിലേക്ക് പോകാം. ഓക്കെ, മനസ്സിലാകുന്നുണ്ട് ചോദിച്ചാൽ നമ്മുടെ അടുത്ത ചോദ്യം പറയുന്നത്, നിങ്ങൾ നോക്കുക അടുത്ത ചോദ്യം എന്താണ്? റൈറ്റ് ദ ഫോർ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് 100 ഓഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് 4 terms. റൈറ്റ് എത്രയാണ്? 4 അരിത്മെറ്റിക് സീക്വൻസ് with 100 of the sum of the first 4 terms. നമ്മൾ ആദ്യം എഴുതിയില്ല റൈറ്റ് 3 arithmetic sequences with 30 as the sum of the first 5 terms എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് 4 arithmetic sequences with 100 as the sum of the first 4 terms. 5 ടേം ആണെങ്കിൽ കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. 5 ടേമിന്റെ സം ആണെങ്കിൽ മിഡ് ടേം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? സമ്മിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3 ടേം ആണെങ്കിൽ മിഡ് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ്. പക്ഷെ ഇവിടെ വേറെ രീതിയിലാണ് തന്നിരിക്കുന്ന 4 ടേം ആണ് തന്നിരിക്കുന്നത്. 4 ടേം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന ആ മെതേഡ് ഒക്കെ പറ്റത്തില്ല, അതൊന്നും പറ്റിയല്ല. പക്ഷെ നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്താൽ നമുക്ക് ഇത് ചെയ്യാം. എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടേമിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നിടത്താണ് നമ്മുടെ മെഡിക്കൽ.
വേറെ കുറച്ച് ഏറെ സ്റ്റെപ്പുകളൊക്കെ എഴുതി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് ലോങ് ആയിട്ട് പോകും, ഈസി ആയിരിക്കും. പക്ഷെ ഇവിടെ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ കോമൺ ഡിഫറൻസ് ഡി എന്നുള്ളതിന് മാറ്റിയിട്ട് കോമൺ ഡിഫറൻസ് 2d ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. 2d ആണ് കോമൺ ഡിഫറൻസ് എങ്കിൽ ഞാൻ ഇവിടെ എഴുതുന്ന കാര്യം TMC ഞാൻ എഴുതുകയാണ്. നോക്കുക, ഞാൻ എഴുതിയ d2 ആണെങ്കിൽ സീക്വൻസ് എങ്ങനെ വരും? d2 ആണെങ്കിൽ സീക്വൻസ് ഫസ്റ്റ് ടേം എന്താ വരിക? 25 മൈനസ് 3 ഇൻറ്റു ഡി. 3 ഇൻറ്റു ഡി, ഡി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 3 ഇൻറ്റു 2, 3 ഇൻറ്റു എത്രയാണ്? 6 ആണ്. 25 മൈനസ് 6, 25 നിന്ന് 6 കുറയ്ക്കുക. 25 നിന്ന് 6 കുറച്ചാൽ എത്ര വരും? 25 നിന്ന് 6 പോയാൽ 99. മനസ്സിലാവുന്നു എഴുതുന്നത് 2 ഇൻറ്റു ഡി. അപ്പം 25 x എന്ന് പറയുന്നത് ഏതാണ്? 25. 25 നിന്ന് 6 കുറയ്ക്കും. അടുത്തത് വരുന്നത് ഇതാ എക്സ് മൈനസ് ഡി ആണ്. 25 മൈനസ് ഡി, ഡി എത്രയായിട്ടാണ് എടുത്തിരിക്കുന്നത്? 2. അപ്പൊ 25 നിന്നും 2 കുറയ്ക്കുക. 25 2 കുറച്ചാൽ എത്ര വരും? 23 അല്ലെ? 25 3 കുറച്ചാൽ എത്രയാണ്? 25 2 കുറച്ചാൽ എത്രയാണ്? 23. അടുത്ത എത്ര വരിക? എക്സ് പ്ലസ് ഡി, അതായത് 25 പ്ലസ് 25 പ്ലസ് 2 എത്രയാണ്? 27. അടുത്ത എത്ര വരും? 25 പ്ലസ് 3 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പൊ 3 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 6 അല്ലേ? 25ന്റെ കൂടെ 6 കൂടെ കൂട്ടുക 31. കൂട്ടി നോക്കിക്കേ, നിങ്ങൾക്ക് എത്ര കിട്ടും? 31 90 കൂട്ടുമ്പോൾ 50. ഇതിനുള്ള കൂട്ടുമ്പോൾ 50. 50 പ്ലസ് 50 100. ഇനി നിങ്ങൾ രണ്ടെണ്ണം കൂടി എഴുതണം. d = 3 എത്രയാണെന്ന് എഴുതണം. d3 ആകുമ്പോൾ എത്ര വരും? d4 ആകുമ്പോൾ എത്ര വരും? അത് നിങ്ങൾ തനിയെ ചെയ്തോളുക. ഓക്കെ അല്ലേ? ബാക്കി കണക്ക് ഞാൻ അടുത്ത ദിവസം ഇടാം. ഇന്ന് ടൈം എനിക്ക് പോയി, അതുകൊണ്ട് ബാക്കി ഇടാം. നിങ്ങൾ ശരിക്കും ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക.